ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് പ്രത്യേകിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ഈ ഫോണുമായിട്ട്. ഫോൺ എന്ന് വെച്ചാൽ ഫോൺ ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ, ഫോൺ കണ്ടാൽ മാത്രമേ വേറെ എന്ത് കാര്യം ഓക്ക് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒക്കെ ഒരു കണ്ടീഷൻ പോലെയാണ് ഫോൺ കാണുന്നത്. അപ്പം അങ്ങനെ ആകുമ്പം ചില സമയത്ത് ഭയങ്കര നമ്മൾ അതിൽ വഴങ്ങി കൊടുക്കേണ്ടി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഫോൺ കാണിച്ചു തരാം, നീ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഇപ്പം പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫോൺ പെട്ടെന്ന് കാണണ്ടേ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്യും. അത് മനസ്സിലാക്കി ചെയ്യുന്നതോ കാര്യമൊന്നുമല്ല, പെട്ടെന്ന് അങ്ങ് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ UKGയിലാണ് പഠിക്കുന്നത്. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം ഫോൺ നോക്കുന്നത്, അങ്ങനെ ഒരു അഡിക്റ്റഡ് ആയിരുന്നു. അപ്പം ഇതെനിക്ക് കുറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടുതലായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ടീച്ചർ പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവിടുന്ന് എക്സാം ഇടുന്ന സമയത്ത് പെട്ടെന്ന് ആലോചിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മുമ്പേ ദക്ഷ എന്ന മോളുടെ പേര്, അപ്പോൾ ദക്ഷ പെട്ടെന്ന് തന്നെ എഴുതാറുണ്ട്, എല്ലാം പെട്ടെന്ന് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആലോചന ആലോചിച്ച് കുറേ ടൈം എടുക്കുന്നു, ആലോചിച്ച് എഴുതാൻ വേണ്ടി ചിലത് സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ തന്നെ എന്നോട് ചോദിച്ചു, ദക്ഷ ഫോണ് കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോണ് കാണാറുണ്ടോന്നല്ല, ഫോണ് ഇല്ലാത്ത സമയം ഉണ്ടാവില്ല, ഒക്കെ ഒരു ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പം കുറച്ച് സമയം കളിച്ചാലും വേഗം ഓടി വരും, ഫോൺ എടുക്കും. കാരണം എൻ്റേതായിക്കോട്ടെ പാസ്വേഡ് അറിയാം, ബാക്കി അച്ഛൻ്റെ അമ്മേൻ്റെ ആണെങ്കിലും പാസ്വേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിലെടുക്കും. ആരെന്തെന്നില്ല, എല്ലാവരും ഫോണും എടുക്കും. കാണുന്നത് കാർട്ടൂണും കാര്യങ്ങളും പാട്ടും അതെല്ലാം ഓൾ തന്നെ സെർച്ച് ചെയ്തെടുക്കും, വോയിസ് ഇട്ടിട്ട് സെർച്ച് ചെയ്തെടുക്കും, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തില്ലെങ്കിൽ വാശി എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ, വാശി. അപ്പോൾ ഈ കരയുന്നത് കൊണ്ട് കൊടുത്തു പോകും. പിന്നെ നമ്മൾ തന്നെയാണ് ആ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളെ. എന്ന് വെച്ചാൽ ഫോണിനെ കുറിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും ഫോണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെല്ലാം മാതാപിതാക്കളായിക്കോട്ടെ, വീട്ടിലത് മുതിർന്നവരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെയാണ്. കുട്ടികളെ മുന്നിൽ നിന്ന് നമ്മൾ ഫോണിന് കൂടുതൽ അഡിക്റ്റഡായിട്ട് നമ്മൾ കാണുമ്പം കുട്ടികൾ കുറച്ച് നേരം അത് കാണും, അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ആവും, പിന്നെ അവൻ ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പരമാവധി കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറേ ആൾക്കാർ കൊടുക്കുന്നില്ല, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കൊടുക്കുന്നവരോട് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. കാരണം ഇപ്പം അടിക്കടി രോഗങ്ങൾ പറഞ്ഞ കണ്ണിനസുഖം എന്ന് പറയുമ്പം കാഴ്ചക്കുറവ്, ഇങ്ങനെയൊക്കെ ചെറിയ കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ തന്നെ എനിക്കൊരു പേടിയായി. അതുപോലെ കുറേ കേസും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി. അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ഫോൺ, കാരണം ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് വരുന്നത് കൊണ്ട് അവരെ കൂടുതൽ ടൈം ഉണ്ടാവും. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഫോൺ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അവരൊരു കഴിവ് എന്ന് തന്നെ പറയാം. അവരെന്ത് പണിയെടുത്ത് വെച്ചാൽ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 ദിവസം ഫോൺ അവൾ കാണാത്തടുത്തും എത്താത്തടുത്തൊക്കെ എടുത്തു വെച്ചു. എത്താത്തടുത്ത് വെച്ചാൽ കയ്യെത്താത്തടുത്തും കാണാത്തടുത്തും ഒക്കെ എടുത്തു വെച്ചു. അവളെ മുന്നിൽ നിന്ന് അവർ ഫോൺ യൂസ് ചെയ്യാതെ നോക്കി. ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര വാശിയായിരുന്നു. അതായത് ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം ഭക്ഷണം കഴിക്കുമ്പം ഫോൺ കാണാൻ നിർബന്ധമാണല്ലോ. അപ്പം ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നോളൂ, കളിക്കുന്നില്ല, എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞാൽ വാശി, എന്തിനും വാശി, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി. അപ്പം അതൊന്നും ശ്രദ്ധിക്കാണ്ട് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബാക്കി ഏതാണോ ഇഷ്ടം, ചില കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനായിരിക്കും. മണ്ണിൽ എന്ന് പറയുമ്പം സാധാരണ ചിരട്ടിയും പാത്രങ്ങളെല്ലാം എടുത്തിട്ട് കളിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വണ്ടി ഓടിക്കാനായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് സൈക്ലിംഗ് ആയിരിക്കും. ഏതാണോ താല്പര്യം അവരിൽ നിന്ന് തന്നെ അറിയുക. എന്നിട്ട് ആ സമയത്ത് അവരെ കൂടെ കളിക്കാനും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കാനും ഒക്കെ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പം 3 ദിവസം കഴിഞ്ഞ് ഇപ്പം എൻ്റെ മോളുടെ മുന്നിൽ ഫോൺ വെച്ചിട്ട് നമുക്ക് ധൈര്യത്തിൽ പോവാം. അല്ലാതെ ഫോൺ അവൾ കയ്യിൽ കൊടുക്കുക നമുക്ക്, അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. ആ 3 ദിവസത്തെ കാര്യം കഴിഞ്ഞ ശേഷം മോള് ഫോൺ എന്ന് പറഞ്ഞ കാര്യം, അപ്പം
ഫോണ് ഇപ്പം മോളെ ഫോൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഫോണ് കണ്ണിന്ന് അസുഖം വരുന്ന കാര്യമാണ്, നമ്മൾ ഫോണൊന്നും കുട്ടികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റുള്ള കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നത് കാണുമ്പം അവൾ പറയും ഫോൺ യൂസ് ചെയ്യരുത്, കാരണം കണ്ണിനത് മോശമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യത്തിൽ ഉള്ളിടത്ത് ഫോൺ ഉപയോഗിക്കാതെ കൊടുക്കാം. പിന്നെ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യും, ഒച്ചത്തിൽ പറഞ്ഞ് ചെയ്യും. കുട്ടികളോട് ഒച്ചത്തിൽ പറഞ്ഞിട്ട്, അതായത് സ്പെല്ലിംഗ് അടക്കം പറഞ്ഞ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പം പറഞ്ഞ് ചെയ്യും, ഓർത്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു ഇതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തത് കാര്യങ്ങളല്ല, ഇതൊക്കെ എൻ്റെ അനുഭവമാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരമ്മേൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഫോൺ യൂസ് ചെയ്യാതിരിക്കുമ്പം ഒരു പേപ്പർ എടുക്കും, അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നത് പോലെയൊക്കെ എഴുതി വെക്കും. പിന്നെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ നോക്കും. കാരണം ഇതിനൊന്നും ഫ്രീ ടൈം ഉണ്ടായിരുന്നില്ല അവൾക്ക് ഈ സമയങ്ങളെല്ലാം അവൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി കഴിക്കണമെന്ന് കുട്ടികളെ നിർബന്ധിപ്പിക്കരുത്. കാരണം അവർക്ക് ഇഷ്ടമില്ലത് അവർ കഴിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള ഫുഡുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്നത് ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കുന്നത് കൊടുക്കാൻ ശ്രമിക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് ചിക്കൻ മസാല, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് അങ്ങനെയില്ലേ കാര്യങ്ങൾ, സോസോ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്, ചിക്കൻ മസാലയോ അങ്ങനെ കുറച്ച് ഗരം മസാല അങ്ങനത്തെ എല്ലാം ഇട്ട് തക്കാളിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ബ്രെഡിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് ഒരു സാൻഡ്വിച്ച് മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടും. അവരുടെ രീതിയിൽ നമ്മൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവം ക്ലിയർ ആയിട്ട് പറയാം. ആദ്യം ഞാൻ വിചാരിച്ചൊരു ഷോർട്ട് വീഡിയോ പോലെ ഇടാം, പക്ഷേ അതിൽ എൻ്റെ ഒരു അനുഭവം ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 3 ദിവസം മതി, 3 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കുട്ടികളെയും ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ഈ വർക്ക് ലോഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഫോണിൽ കളിക്കാമെന്ന് വിചാരിക്കും, ഫോൺ യൂസ് ചെയ്ത് വീഡിയോ കാണാം അതെല്ലാം വിചാരിക്കും. അപ്പോൾ കുട്ടികളെ അടുത്തുണ്ടെങ്കിൽ അവർ കാണാൻ ശ്രമിക്കും. കാരണം അവരെ ഉള്ളിൽ ഈ ഒരു കാര്യം കിടപ്പുണ്ട്, നമ്മൾ അത് കുത്തി പൊക്കാതിരുന്നാൽ മതി. അപ്പം അവർ കാണാത്ത സമയത്ത് നമ്മൾ നോക്കുക, അവർ ഉണ്ടാവുമ്പം നമ്മൾ വേറെ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യുക, അതായത് TV കാണുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിതിൽ നിന്ന് നല്ല റിലീഫ് ഉണ്ടാവും. കുട്ടികൾ മൊബൈലിൽ നിന്ന് നല്ല റിലീഫ് ഉണ്ടാവും. അപ്പം എല്ലാവരും ഇത് കേട്ട് പ്രയോജനപ്പെടുത്തട്ടെ. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.